ഓവർ ടൈമും ലോങ് അവേഴ്സും നൈറ്റ് ഷിഫ്റ്റും ഒക്കെ ചെയ്ത് ബേൺ ഔട്ട് ആയ ഒരു നേഴ്സ് ആണോ നിങ്ങൾ? ഒരുപാട് വർഷങ്ങളായി നിങ്ങൾ ഇങ്ങനെ തന്നെ തുടരുന്നു. ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ടോ? പക്ഷെ അറിയില്ല എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ വിഷമിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഞാനും നിങ്ങളെപ്പോലെ ഒരുപാട് വിഷമിച്ചിരുന്ന ഒരാൾ ആയിരുന്നു. അപ്പോൾ എൻ്റെ പേര് മോളി. ഞാൻ UK സെറ്റിൽഡ് ആണ്. ഞാൻ ഒരു നേഴ്സ് ആണ് ബൈ പ്രൊഫഷൻ. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ UK വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഡിമെൻഷ്യ സ്പെഷ്യലിസ്റ്റ് നേഴ്സായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആദ്യ സമയങ്ങളിലൊക്കെ നൈറ്റ് ഷിഫ്റ്റും ലോങ് അവേഴ്സും എക്സ്ട്രാ അവേഴ്സും ഒക്കെ ചെയ്ത് ആരോഗ്യം കുറയാൻ തുടങ്ങി. വളരെ സ്ട്രെസ്ഡ് ആയിട്ട് ബേൺഡ് ഔട്ടായി. അങ്ങനെ പിന്നെ എക്സ്ട്രാ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയും ഭയവും ഒക്കെയാണ്. പിന്നെ അതൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി. നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഡ്യൂട്ടീസൊക്കെ ചെയ്യാതെ അല്ലെങ്കിൽ എക്സ്ട്രാ വർക്കുകൾ ചെയ്യാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലുള്ള നഴ്സസൊക്കെ ഒരുപാട് ഓവർ ടൈമും 2ഉം 3ഉം ജോലികളും ഒക്കെ ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം വരുന്നത് നമ്മൾ ആ സമയത്ത് അറിയില്ല. കാരണം നമ്മൾ അന്ന് സ്റ്റിൽ നമ്മൾ ചെറുപ്പമാണ്. പക്ഷെ പോകെ പോകെ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. അത് പിന്നീടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. സോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു സൈഡ് ഹസിൽ വേണം എന്ന് ചിന്തിച്ചു തുടങ്ങിയത്. പക്ഷെ അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്നോ അല്ലെ എങ്ങനെയാണ് ഞാനൊരു ഇത് ചെയ്യേണ്ടതെന്നോ അറിയില്ലായിരുന്നു. അപ്പം ആ ഒരു സമയത്താണ് ഞാൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബിസിനസ്സാണ്, ടാക്സ് രജിസ്റ്റേർഡ് ആണ്, എത്തിക്കലായിട്ട് ചെയ്യുന്നതാണെന്നും പിന്നീട് നമ്മൾ എവിടെയാണോ നമുക്ക് ആ കൺട്രിയിൽ നമുക്ക് ടാക്സ് റിട്ടേണിന് എലിജിബിൾ ആണെന്നുള്ള കാര്യം എനിക്കിത് മനസ്സിലായി. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ബോക്സാണ്. എല്ലാ ട്രെയിനിങ്ങും നമുക്ക് കിട്ടും. പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പ്രോഡക്ട്സ് ഒന്നും സെല് ചെയ്യാൻ ഒന്നും നടക്കേണ്ട. പിന്നെ എല്ലാം നമുക്കൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉണ്ട്. ആ ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴി നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ അത് നടന്നുകൊള്ളും വൺസ് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് വേണ്ടി സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിംഗ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് ഒന്നുമില്ല. നമുക്കിത് ഏത് സോഷ്യൽ മീഡിയ വേണമെങ്കിലും യൂസ് ചെയ്ത് നമുക്കിത് ചെയ്യാം. വളരെ ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു സംഭവമാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും അല്ലെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സംഭവമാണിത്. നമുക്ക് ഫുൾ ട്രെയിനിങ് തരും. ഒരു സാധാരണക്കാർക്ക് എങ്ങനെ ഈ ബിസിനസ് ചെയ്യാം എന്നെല്ലാം നമ്മളെ പഠിപ്പിച്ച് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എല്ലാ ട്രെയിനിങ്ങും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. സോ ഇതിനെപ്പറ്റി കൂടുതലറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ആഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾക്ക് എൻ്റെ ഇമെയിലൊക്കെ അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ സോഷ്യൽ മീഡിയ പേജ് വഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം എനിക്കാണെങ്കിൽ ഈ ബിസിനസ് ജോയിൻ ചെയ്തതിന് 2 മാസങ്ങൾക്ക് ശേഷം റിസൾട്ട് കിട്ടിത്തുടങ്ങി. നമ്മൾ ഓരോരുത്തരും ഇടുന്ന എഫേർട്ടും ടൈമും അനുസരിച്ചിരിക്കും നമ്മളുടെ ഓരോരുത്തരുടെയും ബിസിനസ്സിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം പുതിയ സ്കിൽസ് പഠിക്കാൻ സാധിച്ചു. അത് പഠിച്ചത് മൂലം എനിക്ക് എക്സ്ട്രാ ഏർണിങ്സ് കിട്ടാനായിട്ട് സാധ്യമായി. സോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ചിലപ്പോൾ ചെയ്യുവാൻ അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടില്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് പുറത്ത് പോകണ്ട. എല്ലാ സപ്പോർട്ടും നമുക്ക് ഇതിനകത്ത് തന്നെയുണ്ട്. ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി തന്നെ നമുക്കുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.